വൈശാഖ മഹാത്മ്യം 22-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. വൈശാഖ മഹാത്മ്യ കിളിപ്പാട്ട് ധ്യാനശ്ലോകം. ഹരിശ്രീ ഗണപതയേ നമ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗര്യ ദേവകീ സുധാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നു ഉത്തമ കിളിപ്പെണ്ണേ ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയും ഇളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കിഗ്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ വൈശാഖ മഹാത്മ്യം 22-ാമത്തെ അധ്യായം. കടലായി ശ്രീകൃഷ്ണൻ്റെ തിരുച്ചരങ്ങളിൽ എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ദ്വാവിംശോധ്യായ. എല്ലാവരും കൂടി ഒരു കത്തിരുന്നു. ഓം ശ്രീകൃഷ്ണായ നമ. ബുദ്ധിമാനായ കിരാതൻ മുനിയോടു ബദ്ധകൗതൂഹല ചോദിച്ചു പിന്നെയും, സർവീശ്വരനായ നാഥനല്ലോ പുരം സർവജനത്തെയും സൃഷ്ടിച്ചതും വിഭോ. സർവതീശീല കർമ്മങ്ങൾ ബഹുവിധം പദമെന്തഹോ. ഏകസ്വരൂപമല്ലാത്തതിൻ കാരണം ലോകോപകാരമായി ചൊല്ലേണമാശു നീ എന്നതും കേട്ടു ശങ്കരരുൾ ചെയ്തു. പിന്നെയും നന്നായി ശ്രവിക്ക മഹാമതേ. 3 വിധമിലോ ജീവങ്ങൾക്കൊക്കെയും ധന്യമതേ രജസ്സത്വ തമോ ഗുണാൽ. സാത്വികമായുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു സത്വഗുണത്തോടു യുക്തമാകും ജനം. അന്യഗുണം രണ്ടുമേവം പ്രവൃത്തികൾ. പിന്നെ ചിലർ ഗുണവൈഷമ്യ സമൃദ്ധോ ഉണ്ടാമതിനാൽ ബഹുവിധ കർമ്മങ്ങൾ കൊണ്ടു ഫലങ്ങൾ പലതരമായി വന്നു. ദുഃഖം ചിലർക്കു സുഖം ചിലർക്കിങ്ങനെ. ദുഃഖസുഖങ്ങളോരുവന്നു സംയുതം. വേദം ഗുണങ്ങൾ വൈഷമ്യം ഭവിക്കുന്നു. ആദിയിലില്ല വിഷമത പാർക്കിടോ. ജീവങ്ങൾ ബദ്ധരായിടും പ്രകൃതിയിൽ കേവലം 3 ഗുണങ്ങളാലും ദൃഢം. കൽഗുണ കർമാനുരൂപേണ കർമ്മണ സൽഗുണവംശം പ്രകൃതിയെ പ്രാപിക്കും. താമസവൃത്തിക്കു ലോകവിദ്വേഷികൾ ഭീമരക്ഷാദി പൈശാച സ്വഭാവികൾ. രാജസാൽ പുണ്യപാപം ബഹുമിശ്രമായി ഭോഗവും പുണ്യേന സർഗവും പ്രാപിക്കും. പാപേന യാതന ദുഃഖവും മേൽക്കുമേൽ പ്രാപ്തമാം പിന്നെയും പിന്നെയും ഇങ്ങനെ. ശ്രദ്ധയാതന്മ നിരയനസൂയകൾ സാത്വക വൃത്തികളേവം ധരിക്കനീ. താത്വികന്മാർക്കു മഹാവിഷ്ണു തൻ ലോകം പ്രാപ്തിയും സിദ്ധിക്കുമെന്നു ധരിക്കനീ. അന്യരെല്ലാം പിന്നെ കർമ്മങ്ങൾ ചെയ്തന്വഹം സംസാര സിദ്ധോ വലയുന്നു. കർമ്മത്തിനൊത്തവണ്ണം ഭവിപ്പിക്കുന്നു നിർമ്മലനാകിയ വിഷ്ണുനാരായണൻ. പൂർണ്ണകാമൻ ഹരി വൈഷമ്യനല്ലഹോ. നിർണയം കാരുണ്യമില്ലായ്കയുമില്ല. സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ സമം തന്നെ. തുഷ്ട്യാധരിക്ക നീ സാദൃശ്യഭാഷിതം. വിത്തൊരു പോലെ നനച്ചു വിതയ്ക്കിലും നിത്യമൊരു പോലെ തന്നെ എന്നാകിലും. ഭേദവും കൂടാതെ സൂക്ഷിച്ചിരിക്കലും ഭേദമുത്യന്തമുണ്ടാത്തൽ ഫലത്തിനാൽ. എന്നതുപോലെ ജനത്തിന്റെ വാസന തന്നെ ബഹുവിധം കാണുന്നു നിർണയം. വേടനതു കേട്ടു ചോദിച്ചു ദർശനെ. മുടനാകുന്ന ഞാനൊന്നു ചോദിക്കുന്നേ. പൂർണ്ണയോഗ്യേന നിൽക്കുന്ന ജീവങ്ങൾക്ക് ദണ്ഡം വിനാ മുക്തി എന്നു സിദ്ധിക്കുന്നു. സ്വർഗസ്ഥിതിയിലയ ധർമ്മഭേദങ്ങളും
കേൾക്കണമെന്നതു കേട്ടു മുനീന്ദ്രനും. ഏവം ചതുർമുഖമായിരം ബ്രഹ്മന ദേവനൊരു പകരുത്ര കാലം നിശി. അക്കണക്കെ 15 ദിനം പക്ഷം ഓർക്കപക്ഷം 2 കൂടിയാൽ മാസമാം. മാസമേ 2 കൂടുമ്പോഴതു ചെന്ന് മാസമാറായനമാകുന്നതും. 2 വത്സരം ബ്രഹ്മനു കണ്ടുകൊള്ളുകെ 20 വയസ്സാകുമ്പോൾ. ബ്രഹ്മപ്രളയമൊഴിലേയതിനുള്ളിൽ നിർമ്മല കേൾക്ക നീ 2 വിധമുണ്ട്. ധാതുർമുഹൂർത്തം മനുപ്രളയം പിന്നെ ഏതൽ 14 മന്വന്തരേയതാ. ദൈനേന്ദ്രമാകും പ്രളയമെന്നാൾ സഖി 3 ലോകം ലയിക്കുന്നു മന്വന്തരെ. ചേതനനാശനമില്ല ലോകത്തിന് ഏകേന പൂർണ്ണമായിടുമഖിലവും. മന്വന്തരാന്തരെ ചേതനരൂപികൾ പിന്നെയും ഉണ്ടാവരുമെന്നു ധരിക്ക നീ. മന്വന്തരെ സത്യലോകമൊഴിഞ്ഞു അന്യലോകങ്ങളും അന്യജനങ്ങളും. കേജിൽ സുരന്മാർ ചില മുനീശ്വരന്മാരും ശേഷിച്ചവർ സത്യലോകെ വസിച്ചിടും. ബ്രഹ്മനെ പോലെ വരും സുസുപ്തിങ്കൽ നിർമ്മലന്മാർ ലയിക്കുന്നു മഹാമതേ. ദിവ്യമാം രാത്രി കഴിഞ്ഞാൽ ചതുർമുഖൻ സർവജീവങ്ങളെ സൃഷ്ടി ചെയ്തിടുന്നു. നരപിതൃ ധർമ്മവർണ്ണാദികൾ വെവ്വേറെ സർവദാ സർവവും കൽപ്പിച്ചു. പിന്നെ ദശാവതാരങ്ങളെന്നു നിർണയമുണ്ടെന്നറിയുക മഹാമതേ. ശിഷ്ടദേവന്മാർ മുനീന്ദ്രരും അക്ഷയെ നിഷ്ഠാസമേതം വരുന്നു കേൾമോക്ഷവും. സത്യലോകസ്ഥിതരായ ജനം പുനഃ രുദ്രാശികന്മാർ പിറക്കുന്നു പിന്നെയും. തത്തൽ ഗോത്രേ നിജ മാനസമേതരാൽ തൽക്കർമ്മരതന്മാരായത തഥാ. ദൈത്യേയ സംയുഗാന്തേ കലിയോടൊത്തു യാതരായിടും നിരായതമസ്തമ. സൃഷ്ടിയും മോക്ഷഭേദങ്ങളും ചൊല്ലുവാൻ കേട്ടുകൊണ്ടാലും തെളിഞ്ഞു മഹാമതേ. ലക്ഷ്മീപതിക്കു നിശ്മേഷമല്ലോ വിധി രക്ഷയം പിരിഞ്ഞേ ശാന്തമുന്മേഷവും. അങ്ങിനെയുള്ളൊരു രാത്രി പോകും വിധോ മംഗളദേവതാ വല്ലഭൻ മെല്ലവേ. തന്നുതരത്തിൽ കിടക്കുന്ന ജീവങ്ങൾ തന്നെ കൃപയോടു കണ്ടു ജനാർദ്ദനൻ. സംഖ്യയില്ലാതൊരു ലിംഗം ശരീരികൾ സംഘം സ്മൃതിസ്ഥരായി സുപ്തരായി ഇങ്ങനെ. പൂർവകൽപ്പേ ലിംഗഭംഗരായി ഭക്തരായി ജീവസംഘം ജീവമുക്തരായി സാധനം. മുക്തി പരംഗമിയാകെ മഹാധ്യാന സംസ്ഥരായി നിൽക്കുന്നതും കണ്ടു മാധവൻ. നാമരൂപങ്ങൾ 4 ചമഞ്ഞോനുടെ നാമങ്ങൾ 4 ധരിക്കടോ മുമ്പിനാൽ. ബ്രഹ്മാദിയായുള്ള സർവഭക്തന്മാർക്കും നിർമ്മലമായുള്ള സായുജ്യവും പിന്നെ. സാരൂപ്യ സാമീപ്യ സാലോക്യവും പിന്നെ. സാരസാക്ഷൻ വാസുദേവൻ കൊടുക്കുന്നു സർവരക്ഷയ്ക്കു മനിരുദ്ധമൂർത്തിമാൻ സർവദാ സർവേശ്വരനെന്നറിയകളോ. പ്രദ്യുമ്നമൂർത്തിയായ സൃഷ്ടി സർവം തഥാ വിദ്ധി സംഘർഷണൻ സംഹാരകാരണൻ. നിത്തം ചതുർവ്യൂഹനായി പരിപൂർണരൂപനായി നിത്യനാകും കരുണാകരനച്യുതൻ. ഭിന്നകർമാംശരാം ലോകരെ നിർമ്മിച്ച പൂർണ്ണകാമൻ നിജ കാമസമേതനായി സംഹരിക്കുന്നു സംഘർഷണമൂർത്തിയാൽ. സംഹരിക്കേണമേ കൽമുഷൗകം മമ. വ്യാധനതു കേട്ടു മാമുനി തന്നോടു ജാതമോദേന ചോദിച്ചാനനാകുലൻ. യാതൊരു ധർമ്മം മുകുന്ദപ്രിയമെന്ന് യാതൊന്നിനാൽ പ്രസാദിക്കും മധുരിപു. കേൾക്കണമെന്നതു കേട്ടു ശങ്കരതാ കേൾക്കനീയാത്മശുദ്ധി മുന്നിൽ വേണ്ടത്. സാധുജനത്തിനു ഉപകാരകർമ്മവും സാത്വിക കർമാവിവ 2 മക്കനെ. ശാസ്ത്രോക്ത കർമാദികൾ നിഷ്കാമനായി തന്നെ ചെയ്യുക വേണം സദാ. യാതൊന്നു ലോകവിരുദ്ധമായിടിലും സാദരം സാത്വികം ധർമ്മമോർത്തിയിടുമേ. സർവധർമ്മങ്ങളും സർവകർമ്മങ്ങളും സർവദാ വിഷ്ണു സമർപ്പിച്ചു കൊള്ളുകനീ. എന്നാൽ അതൊക്കെയും സാത്വികമാകുന്നു. പിന്നെ സകല കാമ്യാത്മമായി മനുഷ്യൻ ഓരോരോ ദേവതമാരെ ഭജിച്ചു ഓരോരോ സുഖദുഃഖ ജന്മാദിയാൽ ഭൂമോ നരക സ്വർഗങ്ങളിൽ ഇങ്ങനെ കാമിച്ചുഴരുന്നു രാജസകർമ്മേന. രക്ഷോപശ്യാചദൈത്യപ്രേവജംബകൻ ആക്ഷാദികാൽ ജനിച്ചാശുനിഷ്ഠുരായി
ബ്രാഹ്മ്യവിദ്വേഷഹിംസാദി ചെയ്തിടുന്നു. താമസമായ ഗുണത്താലറികെടോ എന്നതു മൂലമീ സാത്വിക ധർമ്മങ്ങൾ നന്നായി അനുഷ്ഠിക്ക നിഷ്കാമനായവാൻ നിത്യം മുകുന്ദനെ ധ്യാനിച്ചു നാമസങ്കീർത്തന മാവോളവും ചെയ്തുകൊണ്ടാകും ശാസ്ത്രവും സർവഭൂതങ്ങളിൽ ചിത്തേ കൃപയുമുണ്ടാകരുമന്നേരം സാധുജനത്തിലും തൽഗുരു തങ്കലും ബോധേന ചെയ്യുവാൻ കഴിവരും നിർണയം. ഭക്തർക്കനാരദൻ സമ്മതനായി വരും മുക്തിയും സാധിക്കുമെന്നാൽ വിരവോട് ഭക്തിയില്ലാത്തവർക്കെല്ലാം വൃഥാവേല ശാസ്ത്രോക്ത ധർമ്മകർമ്മങ്ങൾ തീർത്ഥങ്ങളും ഷണ്ഡനായാൽ ബഹു സ്ത്രീകളിൽക്കും ഫലം നിർണയ ഭക്തി വിരഹനു സർവവും സാധുജനങ്ങളെ കണ്ടാലതു നേരം സജ്ജന ചിത്തം ഭ്രമിക്കുമവർത്തനീ. ചന്ദ്രിക കണ്ടൊരു ചന്ദ്രകാന്തം യഥാ പുണ്യശാസ്ത്രവശാലൊരു നാളിൽ ഭവാൻ നിത്യവിഷയ വിരക്തയായുള്ളൊരു തത്വക്കൾക്കുള്ളിലകന്മഷമാണ്ടുള്ള രാജീവലോചനൻ നാരായണൻ വ്യാജമൊഴിഞ്ഞു നിന്നീടുവനാരദം പത്മബന്ധു പ്രഭാ സങ്കൽഭവിച്ചൊരു പത്മരാഗം പോലെ കാണുക മഹാമതേ. നിഷ്കാമരാം ജനങ്ങളാൽ ശ്രദ്ധയാ ഭക്ത്യാ സഹോപാസിത കർമ്മമക്കളും സർവധർമ്മമിക സൂത്രഫലങ്ങളും സർവദുഃഖാകനാശങ്ങളും സൂക്ഷ്മമായി കണ്ടു മഹാജനം കൊണ്ടാടി നിൽക്കുന്നു. കൊണ്ടൽ നേർവർണ്ണന്റെ നിക്കേറ്റവും പ്രിയം ഇഷ്ടമാം വൈശാഖ ധർമ്മം വഴി പോലെ ദുഷ്ട്യാസമത്വവും ചെയ്ത് മഹാമഹേ. പ്രത്യുഷസുത്താനം അമ്പോടു ചെയ്തുടൻ സ്നാനവും തർപ്പണം മാധവ പൂജയും ധ്യാന മഹാത്മ്യം അമ്പോടു കേൾക്കയും ചെയ്താൽ ഭഗവാൻ പ്രസാദിക്കുമേറ്റവും ചെയ്യരുതാത്തതും കേട്ടു ധരിക്കുന്നു. നിന്യമാമുക്തി മുരിങ്ങ കേശാപതി പിന്നെ മരാളം പുനരുഷ്ടകം സദാ വിസ്സടയാധിക ലിംഗം പുനരപി കൗസ്തുഭം മൂലക മാരനാളം പിന്നെ തിഗ്രൂപബോധിയും തണ്ടുലരീയകം ഗോത്രവാദം നല്ല കാണികാലിംഗവും കേൾക്ക നിഷ്പാന്തകം മയൂരവും ശേഷ്മാതി ഫലമവും മാധവമാസി ഭക്ഷിക്കരുതീവിധം ബോധിച്ചു ഭക്ത്യാഭജിക്കോ മഹാമതേ. ദക്ഷിണയും ചെയ്തു മോദത്തോടെ ശുക്ലപക്ഷേ മഹാദ്വാദശി തോയാദിം പുനർഗവല്ലീകം സുരഗനി ധർമ്മരാജായേ ശ്രോത്രേപിതൃസ്മൃതദാനവും ചെയ്തുടൻ പിന്നെ പിതൃണാം ഗുരുണാം മുകുന്ദനും ധന്യകേർദാനാദി ചെയ്ക യഥാസുതം. കാംസ്യപുത്രാന്നദാനം ഹരിക്കുത്തമം ഹാസ്യമാക്കിയിടലാവിത്രനല്ലോ ഹരി. വിഷ്ണുവേ തുഭ്യം ദദാസ്മി സമസ്തവും വിഷ്ണുലോകേ ഇത്തമത്തിച്ചു വസുദാനമുത്തമം ശക്തിക്കു തക്കവാനെന്നാലതി പ്രിയം. ദമ്പാദിദോഷങ്ങൾ കൂടാതെ സർവാനുമണ്ഡലം സ്വംഗമച്ഛതി. മാധവ മഹാത്മ്യമേവ മുരജോകൊണ്ട് ശാന്തരേ അന്തികെ നിൽക്കുന്ന പേരാ മഹാദ്രുമം സർപ്പവും എത്രയും ഘോര ശരീരനായിങ്ങനെ കാളഭുജംഗം കണക്കെ ഭീതിപ്രദം വ്യാളം തകർന്നു തളർന്നു നിരവോടു ജഗ്മഹ ദേഹം തിരിച്ചുടനെ ദിവ്യ വിഗ്രഹം പൂണ്ടു മുനിയേവനങ്ങിനാൻ. ചൊന്നയനഹ 22 അധ്യായം ഇന്നും ധരിക്ക മഹാഭാഗ്യവാരികേ. ഇത് ശ്രീ വൈശാഖ മഹാത്മ്യേ ദ്വാവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവരുടെയും നന്മയ്ക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം
ഈ വൈശാഖ മഹാത്മ്യം 22-ാം അധ്യായം സമർപ്പിക്കുന്നു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.